ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഒരു മിനിറ്റിനുള്ളിൽ കുറച്ച് ജേണൽ എൻട്രീസ് നോക്കിയാലോ. ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് വേജസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ആണ്. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് നമ്മുടെ കേസ് എന്ന് പറയുന്നത്. ജേണൽ എൻട്രി എന്തായിരിക്കും? വേജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അടുത്ത ജേണൽ നമുക്ക് നോക്കാം, സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ എന്ത് ചെയ്തു? സാലറി നമുക്ക് ഡ്യൂ ആയിട്ടില്ല, പക്ഷെ നമ്മൾ പേയ്മെന്റ് നടത്തി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് ആണ്. സോ ജേണൽ എൻട്രി വിൽ ബി സാലറി പ്രീപെയ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി അക്കൗണ്ട്. സോ നെക്സ്റ്റ് നോക്കി, റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. റെന്റ് നമുക്ക് എന്ത് ചെയ്തു? മുൻകൂട്ടി കിട്ടി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ലയബിലിറ്റി ആണ്. സോ ജേണൽ എൻട്രി വിൽ ബി റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിരിക്കും നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. സോ അടുത്ത നോക്കിയേ, കമ്മീഷൻ ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. നമുക്കൊരു ഇൻകം ഡ്യൂ ആയി, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? നമ്മുടെ കയ്യിലേക്ക് റിസീവ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത് അക്രൂഡ് കമ്മീഷൻ എന്നാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത് അല്ലെ. ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അക്രൂഡ് ഇൻകം ആണ്. സോ അക്രൂഡ് കമ്മീഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ അക്കൗണ്ട് ആണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത്? ജേണൽ എൻട്രി വരുന്നത്. സോ സൂപ്പർബ് ആയിട്ട് എന്ത് ചെയ്യുക? ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ പഠിക്കുക. താങ്ക് യു സോ മച്ച്.